ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുരുവായൂരിൽ കഥക്ക് പെർഫോം ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ സെക്കൻഡ് ഭാഗമാണ് കേട്ടോ. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, എല്ലാവരും ക്ഷമിക്കുക. സൗണ്ടൊന്നും തീരെ ഇല്ലായിരുന്നു, അപ്പം വോയിസ് ഓവറൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണമൊക്കെയാണ് ഈ വീഡിയോ ലേറ്റ് ആയിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡാൻസിൻ്റെ ഗുരു സർ ഗിരിധർ കൃഷ്ണ സാറിനെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. സീരിയലിലും സിനിമകളിലൊക്കെ സാറ് അഭിനയിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ 8-ാം തീയതി വൈകുന്നേരം സാറിനുള്ള ദക്ഷിണയെല്ലാം നൽകി അനുഗ്രഹം വാങ്ങിച്ച് ആണ് 9-ാം തീയതി പുലർച്ചെ ഗുരുവായൂരിലോട്ട് യാത്ര തുടർന്നു കേട്ടോ. ഇത് പ്രകാശം മാഷ്, മേക്കപ്പിൻ്റെ മാഷാണ്. മാഷിനെ പറ്റിയും മാഷിൻ്റെ മേക്കപ്പും എല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ രൂപ ചേച്ചി, ഞാൻ, ലിജു, ജസ്മ, ഇതാണ് ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ സീനിയേഴ്സ് കേട്ടോ. അപ്പോൾ അവരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫോട്ടോയിലും അതിലുമൊക്കെ ആയിട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കൂടാതെ 3 പേര് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സനീഷ്, ഞങ്ങളവിടെ കഥക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കൊച്ചനിയനാണ്. പിന്നെ 2 പേരുണ്ട്, അവരുമാണ് ഞങ്ങളുടെ ഗുരുവായൂരിലോട്ട്, അവർക്കും ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഞങ്ങളുടെ കൂടെ ഡാൻസിന് വന്നേക്കുന്നത്. അപ്പോൾ സനീഷ് ഞങ്ങൾക്ക് ചെറുങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കൂടുതൽ. ഇതാണ് 2 പേര് കേട്ടോ. എൻ്റെ ബാക്കിൽ പിന്നിൽ നിൽക്കുന്നില്ലേ, ആ യെല്ലോ ആൻഡ് ബ്ലൂ ആൻഡ് പിങ്ക്. യെല്ലോ ഇട്ടതാണ് വിദ്യ, ബ്ലൂ ആൻഡ് പിങ്ക് ഇട്ടത് ശ്രീല. അപ്പം വിദ്യയുടെ മകനാണ് കേട്ടോ ആ ഒലീവ് ഗ്രീൻ ഷർട്ട് ഇട്ടത്. ഞാൻ കാണിച്ചു തരാം, വിദ്യയുടെ മകനാണ് അതാ ആ ഒലീവ് ഗ്രീൻ ഷർട്ട് ഇട്ടത്. ഇതാണ് ശ്രീല കേട്ടോ. ഈ ശ്രീലേനെയും വിദ്യേനെയാണ് സനീഷുമാണ് ഞങ്ങളുടെ ജൂനിയറായിട്ട് അവിടെ പഠിച്ചുകൊണ്ട്. ജൂനിയറായിട്ട് ഇനിയും കുട്ടിപ്പിള്ളേരുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കാരണം അവർ ഞങ്ങളുടെ കൂടെ ഗുരുവായൂരിലോട്ട് പോകുന്നില്ലായിരുന്നു. ശ്രീലയ്ക്കും വിദ്യയ്ക്കും സാറിൻ്റെ കൂടെ ഡാൻസ് ഉണ്ടായിരുന്നു. സനീഷ് പിന്നെ ഞങ്ങളെ സഹായിക്കാനൊക്കെ ആയിട്ട് വന്നതായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ തിരിച്ച് പോരുന്ന ഭാഗവും കുറച്ച് ചെറിയ ചെറിയ രസങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ ഒരു പാട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഡാൻസും പാട്ടുകളും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഒരു കൊച്ചു ട്രിപ്പായിരുന്നു, പക്ഷേ എന്താ പറയുക, എന്നും നമുക്ക് മെമ്മറബിൾ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയൊരു യാത്രയായിരുന്നു കേട്ടോ. എല്ലാവരും അതേ നല്ല എൻജോയ് ചെയ്ത്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ. ഡാൻസിനെ കറ്റിയിട്ടും അങ്ങനെയൊക്കെ ആയപ്പം ഒരു വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. പക്ഷേ കണ്ണൻ്റെ മുന്നിൽ ഡാൻസെല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സൊക്കെ എന്താ പറയുക, വല്ലാതൊരു നല്ലൊരു എന്താ പറയുക, ഒരു ഹാപ്പിയായി, വളരെയധികം ഹാപ്പിയായി. കാരണം ആ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പം തിരിച്ചു വരുമ്പം ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് പോന്നു കേട്ടോ. അപ്പം രൂപ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞു ഷിബിയേട്ടൻ നന്നായി പാട്ട് പാടും കേട്ടോ. ഷിബിയേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു, ഒരു പാട്ടില്ലേ, ഒരു ഒപ്പനയൊക്കെ കളിക്കാൻ പറ്റിയൊരു പാട്ട്, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെന്ന് പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പാടി. പിന്നെ ഷിബിയേട്ടനും രൂപ ചേച്ചിയും കൂടി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പാട്ട്? മറന്നുപോയല്ലോ. എന്താണ്, പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, പണ്ടത്തെ ഒരു പാട്ട്, അടിപൊളി പാട്ടായിരുന്നു. അവർ 2 പേരും കൂടി ആ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചിട്ടാട്ടോ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ലിജു പാട്ട് പാടി. ലിജു ഹിന്ദി ഒരു മലയാളം സോങ്ങും പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊന്നും എനിക്ക് വലിയൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ പഴയൊരു പാട്ടില്ലേ, മേരെ നയന സാവന് ബാതോ എന്നുള്ള ആ പാട്ട് പാടി. അങ്ങനെയൊക്കെ പാടി ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഡാൻസെല്ലാം കളിച്ച്, എന്താണെന്ന് പറയില്ല, അങ്ങനെയൊരു യാത്ര ഇതിന് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും, ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയൊരു ട്രിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് യൂട്യൂബ് ഇല്ലല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നല്ല നല്ല കുറേ ഓർമ്മകളുണ്ടായിരുന്നു അതിൻ്റെ അകത്തൊക്കെ. നല്ല നല്ല രസകരമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ മുഴുവനായിട്ട് കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര് ചിദംബരം അക്കാദമി എന്നാണ് കേട്ടോ. അപ്പോൾ സാറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ആ ചാനലിൻ്റെ പേര് ഞാൻ പിന്നൊരു ഇതിൽ പറഞ്ഞു തരാം കേട്ടോ. ഗിരിധർ സോൾഫുൾ ജേണി എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. അപ്പം സംശയം ഞാൻ തീർത്തിട്ട് ഞാൻ പിന്നൊരിക്കൽ പറഞ്ഞു തരാം കേട്ടോ. അങ്ങനെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു നെയിൽ ആർട്ടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നവരെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക.
നെയിൽ ആർട്ടിൻ്റെ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ. കാരണം ആർട്ട്പരമായുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇതിലിടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഇത്രയും ചെയ്ത സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി.